നിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 47-ാം തിരുവാക്യം. ഒരുവൻ യേശുവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഇന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു. ദൈവമേ, പലപ്പോഴും ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അവരോട് സംസാരിക്കാതെ കടന്നുപോയിട്ടുണ്ട്. ദൈവമേ, അവരെ തെറ്റായി വിധിച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. കർത്താവെ, ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അവർക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ അനേകം മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ, ബഹുമാനിക്കാതെ, സ്നേഹിക്കാതെ അവരെ ശാരീരികവും മാനസികവും ആത്മീയവുമായി പുറന്തള്ളി ഉപദ്രവിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവേ, ഈ മക്കളെ എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഒരു മാതാവും ഒരു പിതാവും മക്കൾക്ക് വേണ്ടി, മക്കളോട് സംസാരിക്കുവാൻ വേണ്ടി, മക്കളുടെ സ്നേഹത്തിന് വേണ്ടി പുറത്ത് കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടാകാതിരിക്കുവാൻ എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ കൃപാകടാക്ഷമായ സ്നേഹത്തിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് കൂടുതൽ പരിഗണനയും സ്നേഹവും നൽകുവാൻ ദൈവം ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി